ഇന്നലെ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹം പഠിച്ച JNU ക്യാമ്പസിൽ ഇപ്പോൾ വിദ്യാർത്ഥികളും പാർട്ടി പ്രവർത്തകരും സഹപാഠികളും സഹപ്രവർത്തകരും അടക്കം അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അല്പം മുമ്പാണ്, ഒരു മണിക്കൂർ മുമ്പാണ് ദില്ലി എയിംസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാർട്ടി നേതാക്കൾ ഏറ്റുവാങ്ങിയത്. ഇനി ഈ JNUവിലെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. രാത്രി മുഴുവൻ അവിടെയായിരിക്കും പൊതുദർശനം. നാളെ രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണി വരെ ദില്ലി AKG ഭവനിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം പഠനാവശ്യത്തിനായി ദില്ലി എയിംസിന് വിട്ടു നൽകുകയും ചെയ്യും. ഇപ്പോൾ ദില്ലിയിൽ നിന്നും വിവരങ്ങളുമായി ഞങ്ങളുടെ ചീഫ് ന്യൂസ് എഡിറ്റർ K. രാജേന്ദ്രൻ ചേരുകയാണ്. രാജേന്ദ്രൻ, വലിയ തരത്തിലുള്ള ഒരു വിടവാങ്ങൽ, ഒരു വീരോചിതമായ ആദരാഞ്ജലി, ആ പ്രശസ്തനായ, ആ വിപ്ലവകാരിയായ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ആ പഴയ JNUക്കാരനെ, ആ JNU ക്യാമ്പസിലെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളടക്കം വീരോചിതമായ ഒരു അഭിവാദ്യം അർപ്പിക്കുകയാണ്. ആരൊക്കെയാണ് അവിടെ ആ നേതാവിനെ അവസാനമായി കാണാൻ എത്തിയത്? എന്തായിരുന്നു അവിടുത്തെ ഒരു അന്തരീക്ഷം? സിജു, വിദ്യാർത്ഥികൾ ഉറക്കെ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, വി ആർ JNU, ഞങ്ങളാണ് JNU, സീതാറാം 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 JNU. അതായത് സീതാറാം യെച്ചൂരിയാണ് JNU. ഈ JNU ക്യാമ്പസിലെ വിദ്യാർത്ഥി മുന്നേറ്റത്തെ പരുവപ്പെടുത്തുന്നതിൽ സീതാറാം യെച്ചൂരി വലിയ പങ്ക് വഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരി എന്ന വിദ്യാർത്ഥി നേതാവിനെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും പരുവപ്പെടുത്തുന്നതിലും ഈ JNU എന്ന ഈ ക്യാമ്പസും വലിയ പങ്കാണ് വഹിച്ചത്. ദില്ലിയിൽ മഴ കോരിച്ചൊരിയുകയാണ്. ഇപ്പോഴും കനത്ത മഴയാണ്. എങ്കിൽ പോലും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയത്. ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 70കളിൽ ഇവിടെ ഒരു സാധാരണ വിദ്യാർത്ഥിയായി സീതാറാം യെച്ചൂരി ഇവിടെ എത്തി. എന്നാൽ ഏറ്റവും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിനെല്ലാം തന്നെ ചരിത്രത്തിലെ ഏറ്റവും നല്ല റെക്കോർഡ് മാർക്കൊക്കെയാണ് അന്ന് കിട്ടിയിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി നേതാവായി മാറി. അദ്ദേഹം ആദ്യം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് അന്നത്തെ JNUവിൻ്റെ പ്രസിഡൻ്റായിരുന്ന, വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡൻ്റായിരുന്ന പ്രകാശ് കാരാട്ടിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പ്രസംഗം നടത്തുന്നതിനായാണ്. ആ പ്രകാശ് കാരാട്ട് ഇവിടെ എത്തി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. അതുപോലെ നിരവധി പേർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട നിരവധി വിദ്യാർത്ഥികൾ, അതുപോലെ അതിൽ പലരും തന്നെ ഇന്ന് രാജ്യസഭാംഗങ്ങളാണ്. ഉദാഹരണത്തിന് ജോൺ ബ്രിട്ടാസ് MP ഇവിടെ എത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. A റഹീം ഇവിടെ എത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. കനയ്യകുമാർ ഇവിടെ എത്തി, അദ്ദേഹം JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ആ രീതിയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ ആവേശോജ്വലമായ ഒരു യാത്രയപ്പാണ്, വിടവാങ്ങലാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇദ്ദേഹത്തെ പറ്റി സീതാറാം യെച്ചൂരിയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം CPIMൻ്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷവും അദ്ദേഹം വളരെ തിരക്കേറിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആ ഘട്ടത്തിൽ പോലും ഒരു വർഷത്തിൽ 2 or 3 തവണയെങ്കിലും അദ്ദേഹം JNUവിലെത്തുമായിരുന്നു. അദ്ദേഹം JNUവിലെത്തി ഇവിടെ SFIയും അതുപോലെ വിദ്യാർത്ഥി യൂണിയനെല്ലാം സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പ്രഭാഷണം നടത്തുമായിരുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികളുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു, വ്യക്തിബന്ധമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇവിടെ ഒഴുകിയെത്തിയ പലരും തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി. ഇവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രം. രാജേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും മികച്ച മനോഹര മസ്തിഷ്കങ്ങളെ വാർത്തെടുത്തിരുന്ന കലാലയം, ആ സർവകലാശാല JNU, അത് രാഷ്ട്രീയത്തിലായാലും മറ്റ് സാംസ്കാരിക മേഖലകളിലായാൽ തന്നെയും വലിയ തരത്തിലുള്ള വലിയ മനീഷികളെ വാർത്തെടുത്ത ആ JNUവിലെ ഏറ്റവും പ്രശസ്തനായ വിദ്യാർത്ഥിയായിരുന്നു സീതാറാം യെച്ചൂരി. ആ സീതാറാം യെച്ചൂരിക്ക് വേണ്ടി ചരിത്രം അവിടെ മാറ്റി കുറിക്കുകയായിരുന്നു. ഒരു പൂർവ്വ വിദ്യാർത്ഥിക്കും നൽകിയിട്ടില്ലാത്ത തരത്തിലുള്ള വീരോചിതമായ ഒരു അന്തിമോപചാരം ഇതുവരെ ഒരു പൂർവ്വ വിദ്യാർത്ഥിക്കും ഇത്തരത്തിലൊരു അന്തിമോപചാരം JNU ഇതുവരെ നൽകിയിട്ടുമില്ല. അങ്ങനെ JNU ഒന്നാകെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് ആ പൂർവ്വ വിദ്യാർത്ഥി സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ. ഒരുപക്ഷെ പിന്നീട് വന്ന കലാലയ രാഷ്ട്രീയത്തെ സർഗാത്മകമാക്കുന്നതിന് മാർഗദർശിയായ സീതാറാം എന്ന് പറയുന്ന ആ കോമ്രേഡിന് വീരോചിതമായ ഒരു അന്തിമോപചാരം തന്നെയല്ലേ JNU ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ഈ JNU എന്ന കലാലയത്തിൻ്റെ 70കളിലും 80കളിലും 90കളിലും ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഈ സമീപകാലത്തായിട്ടുള്ളത്. JNUവിൽ നിരന്തരം കേന്ദ്ര സർക്കാരും BJPയും സംഘപരിവാറും ഇടപെടുന്നു.
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും സ്വതന്ത്ര ചിന്തയുള്ള ഒരു കലാലയം, ഏറ്റവും മിടുക്കരെ വാർത്തെടുക്കുന്ന ഒരു കലാലയമായിരുന്നു ഈ JNU. എന്നാൽ ഇതിനെ കാവ്യവൽക്കരിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായെല്ലാം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടന്ന ഒരു കലാലയമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ SFIയും അതുപോലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമെല്ലാമാണ് ഈ JNUവിൽ ഇപ്പോഴും സജീവമായിട്ടുള്ളത്. ഇതിൻ്റെ വിദ്യാർത്ഥി യൂണിയനെല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീതാറാം യെച്ചൂരി എല്ലാം തന്നെ തിരികൊളുത്തിയ ഒരു വലിയ പോരാട്ട വീര്യമുണ്ട്. ആ പോരാട്ട വീര്യം തലമുറകളായി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ വലിയ ABPയുടെയും അതുപോലെ പുറത്തുനിന്നുള്ള RSSകാരുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവിടെ SFIക്കാർക്കെതിരെയെല്ലാം തന്നെ ശക്തമായ മർദ്ദന മുറകളെല്ലാം നടന്നിരുന്നു. പക്ഷേ ഈ പോരാട്ട വീര്യത്തെ തളർത്താൻ സാധിക്കില്ല. അതിൻ്റെ കാരണം സീതാറാം യെച്ചൂരി എല്ലാം തുടക്കമിട്ട ആ വലിയൊരു വിദ്യാർത്ഥി മുന്നേറ്റം, അതിൻ്റെ ഭാഗമായി ഇവർക്കെല്ലാം ലഭ്യമായ ഒരു പോരാട്ട വീര്യം, അതിനുമെല്ലാം ഉപരിയായി ഇവിടെയെല്ലാം തന്നെ വലിയൊരു ദൈക്ഷണിക തലം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഉണ്ട്. എല്ലാ സർവ്വദേശീയ വിഷയങ്ങൾ തൊട്ട് വളരെ പ്രാദേശികമായ വിഷയങ്ങൾ വരെ ഇവർ നിരന്തരം ചർച്ച ചെയ്യുന്നു. വിശാലമായ ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ്, നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് ഈ സീതാറാം യെച്ചൂരിയുടെ ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പ്രശസ്തമായ ഒരു കാർട്ടൂണാണ് അന്നത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ബാത്ത് ടബിൽ ഇരുന്നു കൊണ്ട് ഒപ്പിടുന്ന ഒരു കാർട്ടൂൺ. ആ കാർട്ടൂൺ പോലെ തന്നെ പ്രശസ്തമായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി തല കുമ്പിട്ട് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് മുന്നിൽ ആ കുറ്റപത്രം, കുറ്റവിചാരണ നടത്തുന്ന ആ ചിത്രം. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ വലിയൊരു ദിശാമാറ്റത്തിന് തന്നെ തുടക്കം കുറിച്ച വിപ്ലവ വീര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രം. ആ ചിത്രം കൂടി ഒന്ന് നമുക്ക് പരാമർശിക്കേണ്ടി വരുന്നുണ്ട്. JNU എന്ന് പറയുന്ന ആ കലാലയത്തിലെ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവിനെ ഓർത്തെടുക്കുമ്പോൾ മറന്നു പോകാത്ത, എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ആ ചിത്രം, ആ തല കുമ്പിട്ട് നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയും കുറ്റവിചാരണ നടത്തുന്ന സീതാറാം യെച്ചൂരിയും. അതെ, അത് 70കളിലെ JNU അങ്ങനെയെല്ലാമായിരുന്നു. 70കളിലെ JNU എന്ന് പറഞ്ഞാൽ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് എന്നിങ്ങനെയുള്ള നിരവധി പേർ, അവർക്കെല്ലാം വലിയ പോരാട്ടവീര്യമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും, ഈ മിസ പോലുള്ള കരിനിയമങ്ങൾ ചുമത്തും. അവർക്കൊന്നും തന്നെ ഒരു പുറത്തു വരുമെന്ന ഒരു പ്രതീക്ഷ പോലുമില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് സീതാറാം യെച്ചൂരിയെ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥി ഈ സജീവമായി ഈ അടിയന്തരാവസ്ഥക്കെതിരെ എല്ലാം തന്നെ രംഗത്ത് വരുന്നത്, വലിയ സമരങ്ങൾ നയിക്കുന്നത്. ഈ ഇന്ദിരാഗാന്ധി ഈ അധികാരം ഒഴിഞ്ഞതിന് ശേഷവും JNUവിൻ്റെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തയ്യാറായില്ല. അത് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സീതാറാം യെച്ചൂരിയുടെ എല്ലാം നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്ക് പ്രകടനം നടത്തുന്നതും ഇന്ദിരാഗാന്ധിയുടെ വീടിന് മുന്നിൽ അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ച് ഈ ഒരു കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതും. പിന്നീട് നമുക്കറിയാം ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വന്നു. പക്ഷേ അന്ന് ഇതിനെതിരെയുള്ള എന്തെങ്കിലും ഒരു പ്രതികാര നടപടി കൈക്കൊള്ളാനുള്ള ധൈര്യം ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം രാജ്യത്തിൻ്റെ രാഷ്ട്രീയം മാറി. നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ സീതാറാം യെച്ചൂരി എല്ലാം നടത്തിയ സമരങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിക്ക് പോലും മാറേണ്ടി വന്നു. തനിക്ക് നേരെ ഇങ്ങനെ ഒരു വലിയ, അത് ഇന്ദിരാഗാന്ധിക്ക് അന്ന് വലിയ അവഹേളനമായിരുന്നു. അവർക്ക് ചാൻസലർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എങ്കിൽ പോലും വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രതികാര നടപടി കൈക്കൊള്ളാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അന്നത്തെ പല NSUവിൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ ഇന്ദിരാഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു, സീതാറാം യെച്ചൂരിക്കെതിരെ പ്രതികാര നടപടി കൈക്കൊള്ളണം. പക്ഷേ അതിനൊന്നും തന്നെ അവർ തയ്യാറായില്ല. അതായിരുന്നു സീതാറാം യെച്ചൂരിയുടെ എല്ലാം നേതൃത്വത്തിൽ ഈ JNU എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന വിദ്യാർത്ഥി പോരാട്ടങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അവരെല്ലാം തന്നെ വളരെ വികാരനിർഭരരായിരുന്നു, പലരും തന്നെ കരയുന്നുണ്ടായിരുന്നു. അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇവിടം കൊണ്ട് തീരില്ല. സീതാറാം യെച്ചൂരി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിലകൊണ്ടിരുന്നത്, ആ വിഷയങ്ങൾ ഇപ്പോൾ കൂടുതൽ പ്രസക്തമാണ്. നേരത്തെ പണ്ട് 70കളിൽ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ BJP ആണ്. അതുകൊണ്ട് തന്നെ സീതാറാം യെച്ചൂരി എല്ലാം തന്നെ തുടക്കമിട്ട ആ പ്രക്ഷോഭം അത് കൂടുതൽ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് JNUവിലെ വിദ്യാർത്ഥി സമൂഹം അദ്ദേഹത്തിന് അന്തിമ യാത്രാമൊഴി നൽകിയത്. സിജു. ശരി, രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. JNUവിൽ സീതാറാം യെച്ചൂരിയുടെ പൊതുദർശനം, അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആ JNU ക്യാമ്പസിലെത്തിച്ചു. നിരവധി വിദ്യാർത്ഥികൾ, പഴയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ, പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ
വസന്ത് കുഞ്ചിലെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഇന്ന് രാത്രി മുഴുവൻ അവിടെയായിരിക്കും പൊതുദർശനം. അതിനുശേഷം നാളെ രാവിലെ 11 മുതൽ AKG ഭവനിൽ പൊതുദർശനം നടക്കും. 3 മണിക്ക് ശേഷം എയിംസിന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിട്ടുകൊടുക്കുകയും ചെയ്യും.